ഉണ്ടായിരുന്നു. അതിൽ അച്ചാറിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഞാൻ വേറെ ഇട്ടില്ല, അച്ചാർ പൊടിയിൽ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം ചായക്കുള്ള പാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ചോറ് ഇന്നലത്തെ ചോറുണ്ട്, അതൊന്ന് തിളപ്പിച്ചൂറ്റോ വേണ്ടോ, അത് കാരണം ചോറൊന്നും വെക്കണ്ട. പിന്നെ ഞാൻ കാബേജ് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടേ ഇന്നലെ ഒരു ചെറിയൊരു കഷ്ണം കാബേജ്, പകുതി കാബേജ് ചോദിച്ചപ്പോൾ ആ ചേച്ചി എനിക്കൊരു പകുതി കാബേജ് തന്നു. മുഴുവൻ കൊണ്ടുപോയിട്ട് പിന്നെ അത്രയ്ക്കൊന്നും ചിലവില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഞാനും വിജയശേട്ടന് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം ഞാൻ വേഗം അതൊക്കെ ചോപ്പറിൽ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അരിയാന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഇന്നലെ വൈകുന്നേരം എന്തോ ഒരു മടി തോന്നി. അത് കാരണം ഞാൻ ഇന്ന് കാലത്ത് പിന്നെ കുറച്ചല്ലേ ഉള്ളൂ, അത് ചോപ്പറിൽ വേഗം അരിഞ്ഞെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിലത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ വേഗം ചോപ്പറിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വലിച്ച് അതൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഞാനത് മഞ്ഞപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകിയിട്ട് അത് വാരാനായിട്ട് വെച്ചിട്ടില്ല. അപ്പോഴേക്കും കാപ്പിയൊക്കെ തിളച്ച് വന്നപ്പോൾ വേഗം ഞാൻ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ തിളപ്പിച്ചെടുത്തു. അപ്പം അങ്ങനെ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് നന്നായിട്ട് കഴുകി 2-3 പ്രാവശ്യമൊക്കെ കഴുകി എടുത്തിട്ട് അതൊരു പാത്രത്തിൽ അരിപ്പയിൽ വാരാനായിട്ട് വെക്കണം. പിന്നെ ഞാൻ അപ്പോഴേക്കും അതിലേക്കുള്ള സബോള വേഗം അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ സബോളയും പച്ചമുളകും പിന്നെ ഒക്കെ അരിഞ്ഞെടുത്തു. അപ്പോൾ 2 മുട്ട ഇരിക്കുന്നുണ്ട്, ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സബോള ഞാൻ മുട്ട ഓംലേറ്റിലേക്ക് മാറ്റി വെച്ചു. ബാക്കിയുള്ള സബോളയും പച്ചമുളകും കൂടിയിട്ട് കാബേജ് ഉപ്പേരിയിലേക്ക് വേണ്ടിയിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കടുകും ഉഴുന്നും പരിപ്പൊക്കെ ഇട്ടിട്ട് അത് പൊട്ടിയതിന് ശേഷം അതിൽ ഞാൻ കഴുകി വെച്ച കാബേജൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ സബോളയിൽ തന്നെ ഞാൻ ഉപ്പ് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് കാബേജിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ നന്നായിട്ട് ഇളക്കി അതൊക്കെ യോജിപ്പിച്ചു. അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ സബോള ഞാൻ കൂടുതൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് സബോളയും പച്ചമുളകും എടുത്തിട്ടുണ്ടായിരുന്നു. 2 മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചു. എന്നിട്ട് ഞാൻ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചു. അപ്പോഴേക്കും കാബേജ് ഉപ്പേരിയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ തിളപ്പിക്കാനുള്ള ചോറൊക്കെ കഴുകി വാരിയിട്ട് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്നലെ രാത്രി നന്നായിട്ട് മടി തോന്നി. ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ സത്രത്തിലേക്ക് പോയി, അടുത്തുള്ളവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. പിന്നെ വന്നപ്പോൾ എനിക്ക് പാത്രം കഴുകാനൊക്കെ മടിയാണ്. പക്ഷേ ഒറ്റ ദിവസം രാത്രി ഞാൻ പാത്രം ഇതുപോലെ സിങ്കിൽ ഇടാറില്ല. പക്ഷേ ഇന്നലെ വയ്യാന്ന് തോന്നിയ കാരണം പാത്രങ്ങളൊക്കെ അതിലിട്ടു. അപ്പോൾ ഞാൻ കാലത്ത് എണീറ്റിട്ടാണ് ആ പാത്രങ്ങളൊക്കെ കഴുകിയത്. പിന്നെ ബ്രെഡ് ഇരിക്കുന്നുണ്ടായിരുന്നു, 3-4 പീസ് ബ്രെഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിജയശേട്ടന് മുട്ടയും ബ്രെഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് എപ്പോഴും പറയും ഉച്ചയ്ക്കുള്ള ചോറ് കൊണ്ടുപോയില്ലെങ്കിലും കാലത്ത് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാമെന്ന്, അല്ലെങ്കിൽ നല്ല വിശപ്പാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വേഗം മുട്ട ഓംലേറ്റും പിന്നെ കാബേജ് ഉപ്പേരിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം ബ്രെഡും ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേഗം വിജയശേട്ടനും എനിക്കുള്ള ചോറാക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം ചോറും കാബേജ് ഉപ്പേരിയും പിന്നെ അച്ചാറും കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ചാറുകറി വേണമെന്നൊന്നുമില്ല. അപ്പം അങ്ങനെ 2 മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി, ഒരെണ്ണം കൊണ്ടുപോകാനും ഒരെണ്ണം ഇപ്പോൾ കാലത്ത് കഴിക്കാനും. അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ ഞാൻ വേഗം ഒരു ഇലയൊക്കെ ചീന്തി വന്നിട്ട് അതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ചോറിൽ തന്നെ ഇലയിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ വിജയശേട്ടൻ അത് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു. ഞാൻ കുളിച്ച് ജോലിക്ക് പോട്ടെ, നല്ല വീഡിയോ ആയിട്ട് വരാട്ടാ.